ഞാൻ പ്രസവത്തിന് മുന്നിലുള്ള ലാസ്റ്റ് ട്രിപ്പാണ്. പക്ഷേ എൻ്റെ ഒപ്പം ട്രെയിനിൽ ഇത്ര ദൂരം ആദ്യമായിട്ടല്ലേ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ചെന്നൈ പോണത്. നമ്മൾ ഒരുമിച്ച് പോണത്. അതന്നെ പറഞ്ഞു, രണ്ടുപേരും കൂടി ഒരുമിച്ച് പോണത്. എൻ്റെ കുഞ്ചാവിൻ്റെ ലാസ്റ്റ് യാത്ര. ഇനിയിപ്പം ഇനി ആലപ്പുഴയ്ക്ക് പോകും. പക്ഷേ ഇപ്പോൾ എൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ലാസ്റ്റ് യാത്ര അല്ലേ? ശരി, നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സർപ്രൈസാണ്. അത് ഇവിടെ നിന്ന് ഞാൻ പറയില്ല. നിനക്ക് അവിടെ അതാണ് അതിൻ്റെ സർപ്രൈസാണ് എനിക്ക് കാണിക്കാൻ പോണത്. ഒരാൾ ഉറങ്ങി എണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ. ഇതെൻ്റെ പ്രിപ്പറേഷനാണ് കണ്ടല്ലേ? പാക്ക് ചെയ്ത് ഞാനല്ലേ? ഹോംലി ഫുഡ് അത് കുറച്ച് മാറ്റി വെച്ചോ, ഫുള്ളായിട്ട് വെച്ചോ, എന്തായാലും കഴിക്കാം. ചപ്പാത്തി പ്രിപ്പറേഷൻ. ഇതടുത്ത് എൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കോ. വീണ്ടും അത് വീഴും അത് ഇതിൽ വയ്ക്കാം, ആറ്റിൽ വെച്ചോ. ചപ്പാത്തി എഗ് ഫ്രൈ നീ ഉണ്ടാക്കിയതുകൊണ്ട് നന്നായിട്ട് പറയാനല്ലേ? എൻ്റെ അമ്മ കഴിച്ചാൽ വേസ്ന്നിട്ട് കുടൽ കയറിയണോ? അതോ വന്നിട്ടാ இவங்க பொலி ஃபேமிலி தானே இவங்க. ஓ மை காட். இங்க பாரு என்ன வாங்கி வந்திருக்கா பாத்தியா? என்னடா யார் ரம்பூட்டன் செடி இப்படி இருக்கு? இது வச்சா ஆகும். அது தண்ணி ஊத்துறியா நீ? தண்ணி டெய்லி எங்க மாமா ஊர்ல இருந்து வரும்போது என்ன கொண்டு வரணும்னா வாழைக்கண்ணு ரம்பூட்டன் பழம் சக்கை மாங்காய் தேங்காய் கிடைக்கிறதா எங்க ஊர்ல வைக்க முடியும். இதெல்லாம் சொல்லிட்டு இருக்காரு. நீ வா, நீ நிறைய ஃபங்க்ஷன்லாம் இருக்கு நமக்கு. சரியா? கண்டிப்பா கண்டிப்பா. வந்து அரக்கூட்டது காணோம். രാവിലെ ഇരുന്നിട്ട് മാമ വരുമ്പോ നാറുള്ളൂ അവന്. அவன் போன்ல காணோம். போன் அப்படியே திருப்பி பார்க்கலாம். எங்க மாமா காணல. இப்ப ஆனா அவன் செம்ம சந்தோஷமா இருப்பானா? நீங்க எல்லாம் வந்து எங்க போலாம், நான் கூட்டு போறேன். பாருங்க, இது மூணாவது நாள். ஜாலியா அப்புறம் சென்னை எல்லாம் சுத்தி பார்க்கலாம் நம்ம. சரியா? பொழக்குது வெயிலு. ஃபுல் சர்ப்ரைஸ் தான். சென்னை சுத்தி பார்க்கறது உங்களுக்கு சர்ப்ரைஸ் தான். வேகா நீ வந்தது இல்ல இதுக்கு முன்னாடி சென்னைக்கு? டவுனுக்கு வந்ததில்ல. வேற எங்க வந்திருக்க? ஆமா, பர்த்டேக்கு வந்திருக்கேன். வெளில எங்கேயும் போல. ஆமா, நமக்கு டைம் இல்ல. அந்த டைம் நம்ம வந்த உடனே போயிட்டல. இந்த வாட்டி அடிச்சு போலிக்கலாம். 2 தடவையா? അപ്പൊ അത് ആരാ അത് നോക്ക്, ഗേറ്റിന്റെ അവിടെ നോക്ക്. അതാരാ ആരുടെ മാമയാണ്? ഇതാരാ പട്ടു? ആരാ പട്ടു അത്? അവ മാമൻ. അതാരാ? ഇതാരാ? അപ്പൊ ഇത് അത് ആരാണ്? ആരത്? അവന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. തൊട്ട് നോക്കാണ്. നിജമാ? ജട്ടിട്ടിട്ടില്ല. സെയിം ആണ്. അതൊക്കെ ടെൻഷൻ
മാമച്ചന് ഉമ്മ ഒക്കെ അമ്മമ്മന്റെ അടുത്തേക്ക് വെക്കോ. അമ്മമ്മന്റെ അടുത്തേക്ക് വെക്കും. എങ്കിട്ടേ വരമാട്ടാ. അപ്പൊ അമ്മന്റെ അടുത്തേക്ക് വാടാ. വാടിപ്പെട്ടു. ആ വരില്ല അമ്മ. ഞങ്ങളുടെ സാമ്രാജ്യം മാമാണ്. അപ്പൊ എതുക്കടാ വന്ന ഞങ്ങക്ക് കാറും വേണ്ട ഒന്നും വേണ്ട, 2 കൈ മതി. ഇവരുടെ നാട്ടിലെ ചന്ത ഫുള്ളാ ഇருக்கு. ആ നമ്മളവിടെയൊക്കെ മാർക്കറ്റ് പോലാണ്, ഇങ്ങനെ റോഡ് സൈഡ് അങ്ങനെ ഉണ്ടാവില്ല. ആ അത് എങ്ങനെ അറിയോ, കിലോ കണക്കല്ല, നോക്ക് ഓരോരോ ഓരോരോ ഇതാണ്. പക്ഷേ ഫാർമേഴ്സ് തമിഴ്നാട് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വില കുറവാണല്ലോ. ആ ഇവിടെ നിന്നാണല്ലോ അങ്ങടിക്ക് നമ്മൾ ചെയ്യുന്നത്. കുഞ്ഞു എന്താ വാങ്ങണത്? ഇത്രയും കാണുമ്പോ കൺഫ്യൂഷൻ ആണല്ലോ, എന്ത് വാങ്ങണമെന്ന്. തക്കാളി എല്ലാം 10 രൂപ ഫ്രഷാ അല്ലേ? ആ തമിഴ്നാടല്ലേ, പക്ഷെ എവ്വളോ കിലോ என்ன பேசுறதுன்னு தெரியும். அது ரோட் சைடுல നമ്മൾ எடுத்தது. இது கிரவுண்ட் ஃபுல் விவசாயம். உங்க மார்க்கெட் வீடியோ எடுக்கிறேன், உங்க மார்க்கெட் வீடியோ எடுத்து கேரளாவில பப்ளிஷ் பண்றேன். ஆ வெஜிடபிள்ஸ்னால தமிழ்நாடு தான். ரோட் சைடுல പിന്നെ ഒരു ഗ്രൗണ്ട് ഫുൾ ആൾക്കാർ. நீங்க பாருங்க அவ்வளவு இருக்குதா. எங்க வந்துட்டோம். அந்த vlog போடதான் மாட்டான், அதான் கண்டிப்பா போடுவோம். ஆண்டி சொல்லுவாங்க, ஆண்டி எப்ப ஆண்டி போடுவாங்க அந்த vlog, நீங்க டைம் சொல்லுங்க. கலாய்க்கிறாங்க என்ன எல்லாரும் சேர்ந்து. இதுதான் புது எடிட்டர். இவதான் எடிட்டர். ஹாய் ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ മിനിയും പ്രദീപയും കൂടി അയച്ചതാണ്. അവർ ഉറങ്ങി എണീറ്റിട്ടില്ല. ഞങ്ങൾ അടുത്ത ഓപ്പോസിറ്റ് സൈഡാണ് പോയത്. ഞങ്ങളിതാ ഇവിടെ ഞങ്ങൾ കണ്ടാറില്ല, ഇതാണ് കരുപ്പട്ടി കാപ്പി. കരുപ്പട്ടി കാപ്പി കൊണ്ടൊരു ഫേമസ് കടയാണ്, ചെറിയ കടയാണ്. പക്ഷെ ഞങ്ങൾ കരുപ്പട്ടി കാപ്പി കുടിക്കാനല്ല വന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേരും കാപ്പി ഇഷ്ടമല്ല. ഞങ്ങൾക്ക് തമിഴ്നാട് വന്ന് ടീ ചായ കുടിക്കാനാണ് ഇഷ്ടം. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉറങ്ങി അണിച്ചുള്ളൂ. അവൾ നേരത്തെ അണിച്ചപ്പോൾ 8:30 ആയി. അപ്പോൾ എനിക്ക് രാവിലെ അണിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ, ചായ കുടിച്ചാൽ എല്ലാം തുടങ്ങുള്ളൂ. പല്ലേക്കിന് മുന്നേ തുടങ്ങുന്ന ശീലമാണ്. തമിഴ്നാട് വന്നതുകൊണ്ട് ചായ, നമ്മുടെ നാട്ടിൽ ചായ അടിക്കണം. ഇത് പക്ഷെ ചായയും കരിപ്പട്ടി കേട്ടാ. ആ ഇതൊരു വെള്ളത്തിലുള്ള ചായ പോലെ പ്രത്യേക ടേസ്റ്റ്. അത് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു. സർപ്രൈസൊക്കെ ഇനിയാണ് വരാൻ പോകുന്നത്. സർപ്രൈസ് ആർക്ക് വേണ്ടിയിട്ടുണ്ട്? സർപ്രൈസും പ്ലാനിങ്ങും എല്ലാം എന്താ ഒരാൾക്ക് വേണ്ടിട്ട്, ഒരാൾക്ക് വേണ്ടിട്ടല്ല, ഈ ഒരാൾക്ക് വേണ്ടിട്ടാണ്. ഇപ്പൊ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഫുള്ള് ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഞാൻ ഹാപ്പി ആക്കി തരുന്നത് എനിക്ക് ഫുൾ ടൈം. അപ്പൊ എന്തായാലും ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന് മിനിയും പ്രദീപും ഉണ്ടാവില്ല ഞങ്ങളുടെ അവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ വളകാപ്പിന് അവിടെ മിനിയും പ്രദീപും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ അതിന് മുന്നേ വന്ന് ഞങ്ങളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് അങ്ങനെ അറിയില്ല പ്ലാനിങ് ആണെന്ന്. എനിക്കറിയാം എന്തൊക്കെ പ്ലാനിങ് ആണുള്ളതെന്നുള്ളത് എനിക്കറിയാം. ശരി, നീ എന്തായാലും ഏത് ഞങ്ങൾക്കും അറിയാത്ത പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കല്ല, അത് ഇവൾക്ക് മാത്രമാണ്.
എനിക്കറിയാണ്ട് പ്ലാനിങ് ഒന്നും വെക്കില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ സർപ്രൈസ് ആയിട്ട് പ്ലാനിങ് വീഡിയോസ് എല്ലാം കാണും. ഒരു കുഞ്ചാവി എക്സൈറ്റഡ് ആയിരിക്കണത് നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാം. എക്സൈറ്റ് ആവും. അത് അത്ര വലിയ സർപ്രൈസ് ആണോ വെച്ച് കഴിഞ്ഞാൽ ആണ് അല്ലേ? അത് ക്യാമറയിൽ ഇവളുടെ ഫേസ് നോക്കി നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എനിവേ എന്തായാലും ഞങ്ങളുടെ ചായ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു സർപ്രൈസ്, ഫസ്റ്റ് സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അതിന്റെ വിശേഷങ്ങളാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണാൻ പോകുന്നത്. റെഡിയാവാൻ ടണറേന്ന് പോവുക, ആർക്കൊണ്ടനെ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.